വാർത്തകൾ തുടരുന്നു. കരുവാരക്കുണ്ട് ഭവനംപറമ്പിൽ വൃദ്ധയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ കുടുംബങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും. ഭവനംപറമ്പ് സ്വദേശിനി ലീലാവതിയെ കൊലപ്പെടുത്തിയ കേസിൽ കരുവാരക്കുണ്ട് പോലീസ് പിടികൂടിയ ഷംസുദ്ദീനെ മഞ്ചേരി കോടതി വെറുതെ വിട്ടിരുന്നു. 2009 നവംബർ 29-നാണ് കരുവാരക്കുണ്ടിനെ നടുക്കിയ സംഭവം നടക്കുന്നത്. വൈകുന്നേരം 3 മണിയോടെ കുളിക്കുവാൻ പോയ 55-കാരിയായ പട്ടിക്കാട് ലീലാവതി എന്ന സ്ത്രീ വീട്ടിലേക്ക് തിരിച്ചു വരാത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് നഗ്നയായി പുഴയിൽ കമിഴ്ന്നു കിടക്കുന്നത് കാണുന്നത്. രാത്രി 7 മണിയോടെയാണ് നാട്ടുകാർ മൃതദേഹം കാണുന്നത്. മൃതദേഹം ആദ്യ കാഴ്ചയിൽ തന്നെ കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പെരിന്തൽമണ്ണ സിഐയുടെയും കരുവാരക്കുണ്ട് SI രാമചന്ദ്രന്റെയും നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടി. പുന്നക്കാട് സ്വദേശി ഷംസുദ്ദീൻ എന്നയാളെയാണ് പോലീസ് പിടികൂടിയത്. ഷംസുദ്ദീന്റെ സുഹൃത്തുക്കളായ ബാപ്പു, രവീന്ദ്രൻ എന്നിവരെയും പോലീസ് പിടികൂടിയിരുന്നു. എന്നാൽ ഇവർക്ക് ഇതിൽ പങ്കില്ലെന്ന് തെളിഞ്ഞതോടെ ഇവരെ പോലീസ് വിട്ടയച്ചു. ലീലാവതിയെ പീഡിപ്പിക്കുവാൻ ശ്രമിക്കുകയും പിന്നീട് കൊല ചെയ്യുകയുമായിരുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരുന്നത്. എന്നാൽ മഞ്ചേരി കോടതിയിൽ പ്രതിയെ വെറുതെ വിടുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് കേസിന് പ്രതികൂലമായി ബാധിച്ചതെന്നാണ് ലീലാവതിയുടെ മകൻ ഹരിഹരൻ മാസ്റ്റർ പറയുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് പ്രതിക്ക് വേണ്ടി മാത്രമാണെന്നാണ് ഇവർ പറയുന്നത്. പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടും പ്രതി എങ്ങനെ രക്ഷപ്പെട്ടു എന്നറിയില്ല. പ്രതിഭാഗം കോടതിയിൽ അപകടമരണമായാണ് ചിത്രീകരിച്ചത്. കാൽമുട്ടിനൊപ്പം താഴ്ചയുള്ള ഒലിപ്പുഴയുടെ ഭവനംപറമ്പ് കടവ് ഭാരതപ്പുഴയുമായാണ് പ്രതിഭാഗം ഉപമിച്ചതെന്നാണ് ഇവർ പറയുന്നത്. മൃതദേഹത്തിന്റെ തലയ്ക്കും ചെവിക്കു താഴെയും മുറിവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇത് പ്രതിഭാഗം ബാധിച്ചത് ലീലാവതി കുളിക്കുവാൻ പോകുന്നതിനിടെ കാൽ തെന്നി വീണ് തല പാറയിലിടിക്കുകയും അങ്ങനെ ജീവൻ നഷ്ടപ്പെടുകയും പിന്നീട് മൃതദേഹം ഒഴുകി നീങ്ങുകയുമായിരുന്നു എന്നായിരുന്നു അത്രേ. അമ്മയുടെ ജീവനെടുത്ത പ്രതിയെ ശിക്ഷിക്കുന്നതിനു വേണ്ടി മകൻ ഹരിഹരൻ മാസ്റ്റർ ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴും നാട്ടുകാരുടെ സഹകരണവും ഇയാൾ തേടുന്നുണ്ട്. കാളികാവ് പഞ്ചായത്തിൽ പരിഷ്കരിച്ച കെട്ടിട നികുതി ബാധകമാക്കുന്നതിന് നടപടി ആരംഭിച്ചു. കെട്ടിടങ്ങളുടെ വാടക മൂല്യം കണക്കാക്കി നികുതി നിശ്ചയിക്കുന്ന രീതി പൂർണ്ണമായും ഒഴിവാക്കി കെട്ടിടങ്ങളുടെ അളവനുസരിച്ച് നികുതി ചുമത്തുകയാണ് ചെയ്യുന്നത്. നിശ്ചയിച്ച നികുതിക്കു പുറമെ കെട്ടിടം വാടകയ്ക്ക് നൽകിയാൽ കിട്ടുന്ന തുക കണക്കാക്കി അതിന്റെ 8% കൂട്ടിച്ചേർത്താണ് ഇതുവരെ നികുതി പിരിച്ചിരുന്നത്. 3 മേഖലകളാക്കി തിരിച്ച് നികുതി കണക്കാക്കിയിട്ടുണ്ട്. നികുതി പരിഷ്കരിക്കുമ്പോൾ അധിക ബാധ്യത വരുമെന്ന ആശങ്ക വേണ്ടതില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ഗാർഹിക കെട്ടിടങ്ങളുടെ നികുതി ചതുരശ്ര മീറ്ററിന് 4 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പ്രധാന റോഡുകളോട് ചേർന്നുള്ള വീടുകൾ പ്രാഥമിക മേഖലയിലും വഴി സൗകര്യത്തിന് അനുസരിച്ച് മറ്റു വീടുകളെ ദ്വിതീയ, തൃതീയ മേഖലകളാക്കിയും തിരിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖലയ്ക്ക് മാത്രമാണ് 4 രൂപ ഈടാക്കുക. മറ്റു മേഖലകൾക്ക് മൊത്തം നികുതിയുടെ 10 മുതൽ 20% വരെ ഇളവ് നൽകും. പരിഷ്കരിച്ച നികുതി നടപ്പിലാക്കുമ്പോൾ നികുതി ചുമത്തുന്നതിലെ അപാകതയും ഉദ്യോഗസ്ഥരുടെ ഇടപെടലും പൂർണ്ണമായും ഒഴിവാക്കാനാവും. കെട്ടിടം അളന്ന് ചതുരശ്ര മീറ്റർ കണക്കാക്കിയാണ് നികുതി ചുമത്തുക. വാടക മൂല്യം കണക്കാക്കി നികുതി നിശ്ചയിക്കുമ്പോൾ പലതരത്തിലുള്ള ഇടപെടലുകളും ഉദ്യോഗസ്ഥർക്ക് നടത്താൻ കഴിയുമായിരുന്നു. ഇതിനെല്ലാം പുറമെ ബോർഡ് യോഗങ്ങളിൽ അപേക്ഷിച്ച് നികുതി കുറപ്പിക്കാനും സൗകര്യമുണ്ടായിരുന്നതാണ്. പരിഷ്കരിച്ച നികുതി പിരിക്കുമ്പോൾ ചില കെട്ടിടങ്ങൾക്ക് കുറവും ചിലതിന് നേരിയ വർധനവും ഉണ്ടാകുമെന്നാണ് അധികൃതർ പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാണ് കെട്ടിട നികുതി പരിഷ്കരിക്കുന്നത്. ഗാർഹികേതര കെട്ടിടങ്ങൾക്കുൾപ്പെടെ ലഭിക്കുന്ന നികുതി ഇനത്തിൽ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. 2012 മാർച്ചോടെ പരിഷ്കരിച്ച നികുതി പിരിച്ചെടുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകി തുടങ്ങിയിട്ടുണ്ട്. കെട്ടിട നമ്പർ പതിക്കുന്നതിനും അളയ്ക്കുന്നതിനുമായാണ് പരിശീലനം നൽകിയത്. പുതിയ നമ്പർ പതിച്ചതിന് ശേഷമായിരിക്കും പുതുക്കിയ നികുതി പിരിച്ചെടുക്കുക. കരുവാരക്കുണ്ട് തരിശിൽ പച്ചക്കറിക്കട തീവെച്ച് നശിപ്പിച്ച സംഭവത്തിന് 1 വർഷം പൂർത്തിയായി. സംഭവം നടന്ന് 1 വർഷമായിട്ടും ഇതുവരെയും പ്രതികളെ പിടികൂടുവാൻ പോലീസിനായില്ല. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടും അക്രമികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് തരിശിൽ വ്യാപകമായ തോതിൽ അക്രമ സംഭവങ്ങളുണ്ടായത്. UDF സ്ഥാനാർത്ഥിക്കു വേണ്ടി പ്രവർത്തിച്ച മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകരുടെ ജീവിതോപാധികൾക്ക് നേരെയായിരുന്നു അക്രമികളുടെ അഴിഞ്ഞാട്ടം. തച്ചമ്പറ്റ അബ്ദുള്ള എന്ന ചെറിയോന്റെ പച്ചക്കറിക്കടയാണ് അക്രമികൾ അഗ്നിക്കിരയാക്കിയത്. ചെറിയോന്റെയും കുടുംബത്തിന്റെയും ഏക വരുമാന മാർഗമായിരുന്നു പച്ചക്കറിക്കട.
കട കത്തിയ ദിവസം അർദ്ധരാത്രി ചിലരെ നാട്ടുകാരിൽ ഏതാനും പേർ കണ്ടിരുന്നുവെന്ന് പറയപ്പെടുന്നു. കൂടാതെ പെട്രോൾ ഒഴിച്ചാണ് മരം ഉപയോഗിച്ചുള്ള പെട്ടിക്കട കത്തിച്ചതെന്നും വ്യക്തമായിരുന്നു. എന്നാൽ ആദ്യമായി കേസന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് നിന്നു. അതിന് പേരിൽ പോലീസ് രാത്രി കൊണ്ട് ഇത് കത്തിച്ചു കളഞ്ഞു. പോലീസിൽ പരാതി കൊടുത്തു. SP ക്ക് പരാതി കൊടുത്തു. SP ക്ക് 2 പ്രാവശ്യം പരാതി കൊടുത്തു. ഒരു വർഷമായിട്ട് ഒരു നടപടി ഉണ്ടായില്ല. പോലീസ് ഒന്ന് അന്വേഷിച്ച് പോലീസിന് ഏകദേശം തെളിവ് കിട്ടിയിട്ടുണ്ട്. നാട്ടുകാർക്ക് അറിയാതെ പ്രതികളാരും ചെയ്യാന്നില്ല. പിന്നെ ഈ പ്രതികളെ ആരാണ് സംരക്ഷിക്കപ്പെടുന്നത്? സംരക്ഷിക്കണ ചില രാഷ്ട്രീയ നേതാക്കന്മാർ സംരക്ഷിക്കേണ്ടെന്നുള്ള ന്യൂസ് കിട്ടി. അതിങ്ങനെ ഒരു SI പറഞ്ഞതിനോട് അവരൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന് പേരിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. ഈ UDF പെട്ടവരാണോ സംരക്ഷിക്കണോ അതോ പെട്ടവരാണോ? അല്ല, അന്ന് UDF അല്ലായിരുന്നു. ഇന്ന് UDF-ലാണോ? ഇന്ന് വേറെ പാർട്ടിയിലാ തോന്നുന്നു. സാമൂഹ്യദ്രോഹികൾ പണം നൽകി പോലീസിനെ സ്വാധീനിച്ചിരിക്കുകയായിരുന്നുവെന്നും പരാതി ഉയർന്നിരുന്നു. സംഭവത്തിനു ശേഷം ചെറിയോൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം പരാതി നൽകിയിരുന്നു. എന്നാൽ അന്വേഷണ ചുമതലയേൽക്കുന്ന കീഴുദ്യോഗസ്ഥരാണ് അന്വേഷണം തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുന്നതത്രേ. ഇതിനിടയിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതികളെ രക്ഷപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ടെന്ന് പോലീസ് അധികാരികളിലെ ചിലർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ചെറിയോന്റെ കടയ്ക്ക് തീവയ്ക്കുന്നതിന് മുൻപ് കിണറിംഗ് തൊഴിലാളികളുടെ തൊഴിലുപകരണങ്ങൾ കൊണ്ടുപോയി നശിപ്പിച്ചിരുന്നു. കൂടാതെ സാധാരണക്കാരായ തൊഴിലാളികളുടെ തൊഴിൽ മുടങ്ങുന്ന തരത്തിൽ തൊഴിലുപകരണങ്ങൾ സ്ഥാനം മാറ്റുകയുമുണ്ടായി. മുസ്ലിം ലീഗ് ഓഫീസിന്റെ ബോർഡുകളും കൊടികളും എടുത്തെറിഞ്ഞതായും പറയപ്പെടുന്നു. സമാധാനപരമായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ കലഹം നടത്താൻ ബോധപൂർവം ശ്രമിക്കുന്ന ഒരു വിഭാഗം സാമൂഹ്യദ്രോഹികളെ അമർച്ച ചെയ്യണമെന്നും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചെറിയോന്റെ പച്ചക്കറിക്കട കത്തിച്ച പ്രതികളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി N. ഉണ്ണിൻകുട്ടി പറഞ്ഞു. തച്ചമ്പറ്റ ചെറിയോൻ എന്ന അബ്ദുള്ളയുടെ കട രാത്രി സാമൂഹ്യദ്രോഹികൾ ആരോ തീക്കത്തിച്ചു. പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് അന്വേഷണം നടത്തി മറ്റ് സയന്റിഫിക് എൻക്വയറിക്കും ഒക്കെ എല്ലാ ടെസ്റ്റൊക്കെ അയച്ചിരുന്നു. പിന്നീട് പ്രതികളെ ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ല. അപ്പോൾ പ്രതികളെ പിടികൂടണം, കേസെടുക്കണം, പ്രതികളെ പിടികൂടണം എന്നാവശ്യപ്പെട്ട് നമ്മൾ പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലും ബന്ധപ്പെട്ടവരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. മറ്റ് പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് സ്ഥലം പരിശോധിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ പ്രതികളെ പിടികൂടിയിട്ടില്ല. അതിന് മുസ്ലിം ലീഗ് പാർട്ടി ശക്തമായ പ്രതിഷേധത്തിലാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ്, പ്രതികളെ പോലീസ് അന്വേഷണം നടത്തി ഉടൻ പിടികൂടണം എന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുക. അല്ലാത്ത പക്ഷം പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ലീഗ് മുന്നോട്ട് പോകണം. മൾട്ടിനാഷണൽ കമ്പനികളുടെ പേര് ദുരുപയോഗപ്പെടുത്തി ഇന്റർനെറ്റ് തട്ടിപ്പ് വ്യാപകമാവുന്നു. ശീതളപാനീയ രംഗത്തെ പ്രമുഖരായ കൊക്കക്കോള, IT രംഗത്തെ പ്രഥമ സ്ഥാനീയരായ മൈക്രോസോഫ്റ്റ് എന്നിവയുടെ ഓൺലൈൻ ലോട്ടറി നറുക്കെടുപ്പിൽ വിജയികളായെന്ന മെയിലുകളിലൂടെയാണ് ഇമെയിൽ ഉപഭോക്താക്കളെ വെട്ടിലാക്കുന്നത്. 5 കോടി രൂപയുടെ ബ്രിട്ടീഷ് ഡോളറാണ് സമ്മാന വാഗ്ദാനം. കമ്പനിയുടെ പട്ടികയിലുള്ള 30 കോടി അഡ്രസ്സുകളിൽ നിന്നാണ് വിജയിയെ തെരഞ്ഞെടുത്തതെന്നും മെയിലിൽ വിശദമാക്കുന്നുണ്ട്. സമ്മാനത്തുക കൈമാറുന്നതിനായി പൂർണ്ണമായ അഡ്രസ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈമാറണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കമ്പനികളുടെ ലോഗോ, മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ എന്നിവയെല്ലാം പ്രചരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അറ്റാച്ച്മെന്റുകളായാണ് വാഗ്ദാനങ്ങൾ എത്തുന്നത്. അമേരിക്ക ആസ്ഥാനമായുള്ള ATT.com എന്ന IT കമ്പനിയുടെ bellsouth.net എന്ന മെയിലിൽ സർവീസിൽ നിന്നുള്ള സൗജന്യ അക്കൗണ്ടാണ് പ്രധാനമായും തട്ടിപ്പിന് ഉപയോഗിക്കുന്നത്. സൈബർ സെൽ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ ഇടപെടലിനെ തുടർന്ന് ഒതുങ്ങിയ തട്ടിപ്പ് സംഘമാണ് ഒരിടവേളയ്ക്കു ശേഷം വീണ്ടും സജീവമാവുന്നത്. ഇടവേള ഒരിക്കൽ കൂടി.